വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് മലപ്പുറം ജില്ലയുടെ വളർച്ച നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലാണ്. മലപ്പുറത്തെ വിദ്യാഭ്യാസത്തിൻ്റെ പല മേഖലകളിലെയും റിസൾട്ടുകൾ വരുമ്പോൾ +2 ആണെങ്കിലും SLC ആണെങ്കിലും അതുപോലെ ഡിഗ്രി കോഴ്സുകളുടെ ഒക്കെ റിസൾട്ട് വരുമ്പോൾ മറ്റെല്ലാ ജില്ലകളെക്കാളും മിടുക്കന്മാരും മിടുക്കികളും മലപ്പുറം ജില്ലയിൽ ധാരാളമായി ഉണ്ടാകുന്നു എന്ന കാഴ്ച അത്ഭുതാവഹമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയുടെ സ്ഥിതി ഇതായിരുന്നില്ല. മലപ്പുറം ജില്ലയിലെ മിക്ക സ്കൂളുകളിലും പഠിപ്പിക്കാൻ അധ്യാപകരില്ല എന്ന് കോട്ടയത്തു നിന്നും എറണാകുളത്തു നിന്നും തൃശ്ശൂരിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നൊക്കെ അധ്യാപക ജോലിക്ക് പോയിരുന്ന ഒട്ടേറെ ചെറുപ്പക്കാർ ഉണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിൽ സ്കൂളിൽ ജോലി കിട്ടാൻ മറ്റ് ജില്ലകളിൽ കൊടുക്കുന്ന ഡൊണേഷനായി കൊടുക്കുന്ന തുക ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും മലപ്പുറം ജില്ലയിൽ B.Ed ഒക്കെ കഴിഞ്ഞ ജോലിക്ക് കയറാൻ ഒട്ടേറെ ചെറുപ്പക്കാർ പോയിരുന്നൊരു കാലമുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം. അതുപോലെ തന്നെ PSCക്കൊക്കെ എഴുതാൻ മലപ്പുറം ജില്ല തിരഞ്ഞെടുക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളും ആ കാലത്തുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിൽ കൊടുത്താൽ എളുപ്പം ജോലി കിട്ടുമെന്നൊരു ചിന്ത ആ കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല. മലപ്പുറം ജില്ല വളരെ മുന്നിലാണ് പല കാര്യത്തിലും. വിദ്യാഭ്യാസ രംഗത്ത് മലപ്പുറത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഹൈടെക് ആയിട്ടുള്ള ഒരുപാട് സ്കൂളുകൾ, കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ മിടുക്കന്മാരായ ചുണക്കുട്ടികളായ ഒട്ടേറെ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും എന്ന് വേണ്ട സകല കുട്ടികളും ഉന്നത വിദ്യാഭ്യാസം സിദ്ധിച്ചവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മിക്ക കുട്ടികൾക്കും A+ ആണ് അവിടെ ലഭിക്കുന്നത്. മലപ്പുറത്ത് വിദ്യാഭ്യാസ രംഗം വളരെ മുന്നിട്ട് നിൽക്കുന്നു എന്ന കാഴ്ച നമുക്കൊക്കെ ഏവർക്കും കൗതുകമുണർത്തുന്നൊരു കാഴ്ചയാണ്. ഒരു കാലഘട്ടത്തിൽ മലപ്പുറം വളരെ പിന്നിലായിരുന്നെങ്കിൽ ഇന്ന് എല്ലാത്തിനേക്കാളും മുന്നിലെത്താൻ മലപ്പുറം മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മലപ്പുറത്തിൻ്റെ വിദ്യാഭ്യാസ നേട്ടത്തിന് മുന്നിൽ അവിടുത്തെ ജനങ്ങളുടെ നിശ്ചയദാർഢ്യവും അവരുടെ എല്ലാം ആത്മാർത്ഥമായ പരിശ്രമമുണ്ട് എന്ന് തന്നെയാണ് വാസ്തവം. എന്തായാലും മലപ്പുറം ജില്ലയുടെ ഈ കുതിപ്പ് ആ നാടിൻ്റെ വികസനത്തിന് പുതിയ അധ്യായങ്ങൾ തീർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.